അപ്പോൾ ഇൻസെസ്റ്റിനെ നിങ്ങൾ എന്തുകൊണ്ടാണ് അനുകൂലിക്കുന്നത്? ഈ ഭാര്യ, മക്കൾ, പിതാ മാതാപിതാക്കളുമായിട്ടും അതുപോലെ വൈഫ് സ്വാപ്പിംഗ്, ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം അനുകൂലിക്കുന്നയാളാണ് നിതീഷ്. നിതീഷ് എന്തുകൊണ്ടാണ് ഇത്തരം കാര്യങ്ങൾ അനുകൂലിക്കുന്നതെന്ന് പറയാം. അല്ല, ഒരു ഫ്രീ തിങ്കർ അല്ലേ? അതും കൂടി ഒന്ന് ക്ലാരിഫൈ ചെയ്തിട്ട് അദ്ദേഹം ഫ്രീ ചോദിച്ചോളൂ. തിങ്കറാണ്, അദ്ദേഹം ഫ്രീ തിങ്കറാണ്. ഇതിൽ വേറൊരു കാര്യം, മോഡറേറ്റേഴ്സ് അതുപോലെ മറ്റുള്ളവര് ബി കാം, നമ്മൾ നിതീഷിനോട് ചോദിക്കുകയാണ്, അതുപോലെ നമ്മൾ അതുപോലെ മുംതാസിനോടും ചോദിക്കുകയാണ് എന്തുകൊണ്ട്. കാരണം രണ്ടുപേരും ഫ്രീ തിങ്കേഴ്സ് ആണ്. ഒരാൾ പറയുന്നു ഇൻസെസ്റ്റ് 100% ശരിയാണ് എന്നാണെന്നാണ് ഇവിടെ കമന്റ്, ഗ്രൂപ്പ് ചാറ്റിൽ കമന്റ് ഇട്ട് അതിന്റെ സ്ക്രീൻഷോട്ട് നമ്മുടെ കയ്യിലുണ്ട്, അത് പറഞ്ഞിട്ടുണ്ട്. മറ്റേയാള് അത് തെറ്റാണെന്ന് ഇവിടെ പച്ചയ്ക്ക് പറഞ്ഞ ഓഡിയോ നമ്മുടെ കയ്യിലുണ്ട്. അത് തെറ്റാണ്, ഒരു കാരണവശാലും അത്തരം വാദക്കാരെ ഫ്രീ തിങ്കറായിട്ട് അംഗീകരിക്കാൻ പോലും പറ്റില്ല. ഇവിടെ നിതീഷ് ഇൻസെസ്റ്റ് ഒരു പടിയും കഴിഞ്ഞ് വൈഫ് സ്വാപ്പിംഗ് വരെ അനുവദനീയമാണ് എന്ന് വിശ്വസിക്കുന്ന ആളാണ്. താങ്കൾ എന്തുകൊണ്ടാണ് അതിനെ ശരിയാണെന്ന് വിശ്വസിക്കുന്നത് നിതീഷ്? ഞാൻ വളരെ സിമ്പിളായിട്ട് പറയാം. നിയമവിധേയമായിട്ടുള്ള എല്ലാ കാര്യങ്ങളെയും ഞാൻ അനുകൂലിക്കുന്നില്ലെങ്കിലും അതിനെ എതിർക്കുന്നില്ല, തെറ്റാണെന്ന് ഞാൻ പറയുന്നില്ല. നിയമത്തെ അംഗീകരിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അപ്പൊ ഇൻസെസ്റ്റ് അല്ല, ഇനി വേറെ എന്തു കാര്യങ്ങളായിക്കോട്ടെ. അതായത് 100% അങ്ങനെ ചെയ്യുന്നതിൽ തെറ്റില്ല. അത് ഓരോ വ്യക്തികളുടെ താല്പര്യങ്ങളാണ്. നിയമം വിധേയമാണെങ്കിൽ, അത് പ്രത്യേകം പറയുന്നുണ്ട്, അതായത് 80+ ആണ് അവർ നിയമവിധേയമാണെങ്കിൽ. ഞാനൊരു ഇൻസെസ്റ്റിൽ വിവാഹം കഴിച്ച ഒരു വ്യക്തിയാണ്. എൻ്റെ മാമൻ്റെ മകളെയാണ് ഞാൻ വിവാഹം കഴിച്ചത്. മുംതാസ് സംസാരിച്ചോ. നിതീഷ്, ഇവര് പറയുന്ന ഇൻസെസ്റ്റ് എന്ന് പറയുന്നത് മാമന്റെ മകളെ മുറപ്പെണ്ണിനെ കല്യാണം കഴിക്കുന്ന കാര്യമല്ല. അതായത് സ്വന്തം പിതാവ് മകളോടും സ്വന്തം മകൻ അമ്മയോടും ഒക്കെ ഉള്ള കാര്യമാണ് പറയുന്നത്. അതൊന്ന് നിതീഷ്, അതിനകത്തുള്ള അഭിപ്രായം നിതീഷ് ഒന്ന് പറഞ്ഞു കൊടുത്തതിന് ശേഷം ബാക്കി ഞാൻ സംസാരിക്കാം. അപ്പോൾ ഞാൻ വേറൊന്നുകൂടി, ഞാൻ ഫ്രീ തിങ്കറിലെ മൊത്തം വക്താവല്ല എന്നുള്ളത് ഞാൻ എപ്പോഴും പറയുന്ന കാര്യം. എൻ്റെ അഭിപ്രായങ്ങൾ മാത്രമാണ്. അതാണ് ഒരു സ്വതന്ത്ര ചിന്തകർ എന്ന് പറഞ്ഞാൽ. ഓരോരുത്തർക്കും ഓരോ തരത്തിലുള്ള അഭിപ്രായങ്ങളാണ്. ഒരു തരത്തിലൊരു പുസ്തകത്തിൽ നോക്കി പഠിച്ചിട്ടോ അതനുസരിക്കുന്ന ആളുകളുമല്ല. 100 പേർക്ക് 1000 അഭിപ്രായങ്ങളായിരിക്കും. ഓരോ വ്യക്തികളുടെ അഭിപ്രായങ്ങൾ പല സമയത്തും പല രീതിയിലായിരിക്കും, പല പെരുമാറ്റമായിരിക്കും. അത് നിങ്ങൾ മനസ്സിലാക്കണം. അപ്പോൾ എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ, ഞാൻ ഫ്രീ തിങ്കറായിട്ട് 10-25 വർഷങ്ങൾക്ക് മുന്നേ ഫ്രീ തിങ്കറായ ഒരാളാണ്. പക്ഷെ 10 വർഷത്തിന് ശേഷമാണ് എൻ്റെ ലൈഫിൽ സെക്സ് എന്ന് പറഞ്ഞാൽ വലിയൊരു സംഭവമല്ല, പാപമല്ല എന്നുള്ള കാര്യങ്ങൾ മനസ്സിലായത്. ഞാൻ വിവാഹത്തിന് ശേഷം വേറൊരു സ്ത്രീ, വിവാഹത്തിന് മുമ്പും വേറെ സ്ത്രീയായിട്ട് ബന്ധപ്പെട്ട ഒരാളല്ല. വിവാഹത്തിന് ശേഷം ഞാൻ ബന്ധപ്പെടുന്നത് ഞാൻ ഒരു സ്വതന്ത്ര ചിന്താഗതിയിൽ നിന്നും, എന്നെ സംബന്ധിച്ച് അതിനേക്കാളും വലിയൊരു ചിന്താഗതിയായിട്ട് സെക്സ് പാപം അല്ല എന്നുള്ള ഒരു ധാരണ വന്നതിന് ശേഷമാണ്. വിവാഹത്തിന് ശേഷം ഞാൻ കുറച്ചു കാലം മറ്റുള്ള ഈ വിവാഹം കഴിക്കാത്ത സ്ത്രീകളായിട്ട് ആരെങ്കിലും ബന്ധപ്പെടുന്നത് തെറ്റാണ് എന്ന് അനുകൂലിച്ച ഒരു വ്യക്തിയായിരുന്നു. പിന്നീട് എനിക്ക് മനസ്സിലായി അത് ഓരോരുത്തരുടെയും താല്പര്യം, അവിടെ ഇങ്ങനെ തെറ്റ് വരുന്നത്. പിന്നെയാണ് നിയമത്തിൻ്റെ അനുസരിച്ച് നമുക്ക് ഓരോരുത്തർക്കും ഓരോ തരത്തിലുള്ള ആഗ്രഹങ്ങൾ ഒക്കെ നമ്മുടെ ഉള്ളിലുണ്ടാവും. പലതും നമ്മൾ നിയമത്തെ അനുസരിച്ചുകൊണ്ട് ചെയ്യാതിരിക്കുന്ന കാര്യങ്ങളാണ്. എല്ലാ വ്യക്തികളിലും അതുണ്ടാവും. അതൊക്കെ എന്ന് പറഞ്ഞാൽ നമുക്ക് ബയോളജിക്കായിട്ടും അല്ലെങ്കിൽ മെൻ്റലി ആയിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട്. നമുക്ക് പലതരത്തിലുള്ള ഹോർമോണുകൾ, ചിലവർക്ക് സെക്സിനോട് ഭയങ്കര അഡിഷൻ ആയിട്ടുള്ള ആളുകളുണ്ടാവും, ചിലവർക്ക് അസെക്ഷൽ ആയിട്ടുള്ള ആളുകളുണ്ടാവും, അവർക്ക് സെക്സിനോട് താല്പര്യം ഉണ്ടാവില്ല. ചിലവർക്ക് ബിസിനസ്സിനോടായിരിക്കും താല്പര്യം, ചിലവർക്ക് യാത്രകളോടായിരിക്കും, അങ്ങനെ പലതരത്തിലായിരിക്കും. അപ്പോൾ ഞാൻ പറയാനുള്ള ഫ്രീ തിങ്കേഴ്സിനോട് ഞാൻ പറയാനുള്ളത്, നിങ്ങൾക്ക് താല്പര്യമില്ലാത്തൊരു വിഷയമാണ് എങ്കിൽ അത് തെറ്റാണെന്ന് പറയാനുള്ള അർത്ഥമില്ല. കാരണം എന്ന് പറഞ്ഞാൽ അത് നിയമവിധേയമാണെങ്കിൽ അവർ ചെയ്തോട്ടെ, നമുക്ക് അതിനെ കൊണ്ട് ബുദ്ധിമുട്ടില്ലെങ്കിൽ. ഒരു ഫ്രീ തിങ്കർ എപ്പോഴും ചിന്തിക്കുന്ന ഒരു കാര്യം അതാണ്. 2 വ്യക്തികൾ തമ്മിൽ എന്ത് തരത്തിലുള്ള സെക്സ് നടന്നോട്ടെ, അത് നിയമവിധേയമാണെങ്കിൽ നമുക്ക് അവിടെ ഇടപെടേണ്ട കാര്യമില്ല. നമ്മളത് തെറ്റാണ്, അങ്ങനെയുള്ള ആളുകളെ വെറുക്കുന്നു എന്ന് പറയേണ്ട കാര്യമില്ല. പിന്നെ പല ആളുകളുടെയും ധാരണ ഉണ്ട്, ഈ സെക്ഷൽ കാര്യങ്ങളൊക്കെ പറയുന്ന ആളുകൾ മഹാവൃത്തികെട്ട ആളുകളാണ്, അവരെ വീട്ടിൽ കയറ്റാൻ പറ്റില്ല, അവരെ അടുത്തേക്ക് പോകാൻ പറ്റില്ല എന്നുള്ളൊരു ധാരണകളുണ്ട്. അപ്പോൾ ആ ധാരണകളൊക്കെ എന്നെയായിട്ടൊന്ന് പരിചയപ്പെട്ട് കഴിഞ്ഞാൽ ഞാൻ അവർക്ക് മാറ്റി കൊടുക്കുന്നതാണ്. ഓക്കെ, മുംതാസ് സംസാരിച്ചോ. നിതീഷ് പറഞ്ഞ കാര്യങ്ങളൊക്കെ കുറച്ചൊക്കെ നമുക്കൊക്കെ മനസ്സിലായി. അതായത് എല്ലാ ഫ്രീ തിങ്കേഴ്സിന്റെയും ഒരു വക്താവല്ല. അതായത് ഫ്രീ തിങ്കേഴ്സ് എന്ന് പറഞ്ഞാൽ അവർ ഈ തരത്തിൽ തന്നെ, അതായത് ഈ അച്ചിലിട്ടതുപോലെ തന്നെ പെരുമാറിക്കോണം, അല്ലെങ്കിൽ ആ ഒരു അച്ഛനെ പോലെ ഉള്ള ഒരു നിയമമാണ് പറയുന്നത് എന്നില്ല. നിതീഷ് പറഞ്ഞത് നിതീഷിന്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായമാണെന്ന് ഇവിടെ പറഞ്ഞു. ഞാനും ഇത് തന്നെ ഇവിടെ പറഞ്ഞിട്ടുള്ളൂ.
ഇപ്പോൾ മനുപ്രസാദ് എന്തെങ്കിലും പറഞ്ഞാൽ അത് ഞാൻ ഫ്രീ തിങ്കർ എന്നുള്ള ലെവലിൽ നിൽക്കുന്നത് കൊണ്ട് അല്ലെ നിന്നാൽ അതിനെ ഞാൻ അങ്ങ് തലയാട്ടി സമ്മതിച്ചോണം എന്ന് നിർബന്ധമുണ്ടോ? ഞാൻ അതിനെ അംഗീകരിക്കുന്നില്ല. മനുപ്രസാദ് പറഞ്ഞതിൽ എനിക്ക് ഉത്തരവാദിത്വം ഇല്ല. മനുപ്രസാദ് പറഞ്ഞത് മനുപ്രസാദിന്റെ വീട്ടിലെ കാര്യം, അത് അയാളെ വിമർശിക്കണമെന്നുണ്ടെങ്കിൽ അയാളുടെ അടുത്ത് ചെന്ന് ചോദിക്കണം. അല്ലാതെ ഈ വഴി കാണുന്ന നമ്മുടെ അടുത്തൊക്കെ ചോദിച്ചിട്ട് വല്ല ആവശ്യമുണ്ടോ? നമ്മുടെ അടുത്ത് ചോദിച്ചതിനുള്ള വ്യക്തമായ മറുപടി വളരെ ക്ലിയർ ആയിട്ട് നമ്മൾ പറഞ്ഞു. ചെറ്റ പരിപാടിക്ക് നമ്മൾ കൂട്ടു നിൽക്കില്ല. ഒരു കാര്യം കൂടെ എനിക്ക് ഒന്ന് രണ്ട് കാര്യം കൂടെ പറയുന്നുണ്ട്. അതിനു മുമ്പേ നിതീഷിനോട് ഞാൻ ക്ലിയർ ആയിട്ട് പറഞ്ഞു ഇവര് പറയുന്ന ഇൻസെസ്റ്റ് എന്താണെന്ന്. അതിനെ അനുകൂലിക്കുന്നോ പ്രതികൂലിക്കുന്നോ എന്ന് നിതീഷ് പറഞ്ഞില്ല. ഓക്കെ, ഞാൻ നിതീഷ് പറഞ്ഞല്ലോ, അനുകൂലിക്കുന്ന നിതീഷ് കാര്യം പറഞ്ഞോളൂ. ഞാൻ പറഞ്ഞല്ലോ. മനുപ്രസാദ് പറഞ്ഞ കാര്യത്തിന് 100% അനുകൂലിക്കുന്നു. അത് എപ്പോഴും എവിടെയും പറയും. പിന്നെ മുംതാസ് ഒന്ന് പറഞ്ഞു അത് മനുപ്രസാദിന്റെ വീട്ടിലെ കാര്യം. ഒരിക്കലും മനുപ്രസാദ് അവന്റെ വീട്ടിലെ കാര്യം എന്നല്ല പറഞ്ഞത്. സമൂഹത്തിൽ ഇങ്ങനെയുള്ള ഇൻസെസ്റ്റുകൾ നടക്കുന്നുണ്ട്. ഞാൻ ഈ കാര്യങ്ങൾ ഒരുപാട് അറിയുന്ന ഒരു വ്യക്തിയാണ്, ഒരുപാട് അനുഭവങ്ങളുള്ള വ്യക്തിയാണ്. നിങ്ങൾക്ക് ഒരുവിധ ആളുകൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എൻ്റെ രാഷ്ട്രീയം എന്താണ്, ഞാൻ എന്താണ് പറയുന്നത്. ഇത്ര ദിവസങ്ങളായിട്ട് ഞാൻ ഓരോ സ്ഥലത്തും പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ എന്താണ്. ഞാൻ ഒരിക്കലും ഒരു മതങ്ങളെ വേർത്തിട്ടല്ലേ മതങ്ങൾക്കെതിരെ സംസാരിക്കുന്ന ഒരു വ്യക്തിയല്ല. നമുക്ക് അവരുടെ മതങ്ങളിലുള്ള ന്യൂനതകളുണ്ട്, അത് നമ്മൾ ചൂണ്ടിക്കാണിക്കുന്നതാണ്. എപ്പോഴും അവരുടെ ഒരു വെറുപ്പ് സംഘടിപ്പിക്കുന്നത് ഉണ്ടായിരുന്നു, കുറച്ച് കാലങ്ങൾക്ക് മുന്നേ ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞ 5-8 വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ വാട്സപ്പ് ഗ്രൂപ്പുകളിലൊക്കെ നന്നായിട്ട് ആക്റ്റീവായ സമയമുണ്ടായി. പിന്നെയല്ല അതിൽ കാര്യമില്ല എന്ന് എനിക്ക് മനസ്സിലായി. നമുക്ക് നമ്മുടേതായ രീതിയിൽ സന്തോഷങ്ങളിലായിട്ട് ജീവിക്കുന്നതിൽ നമുക്ക് മതങ്ങളെ കുറ്റം പറയേണ്ട കാര്യമില്ല. നമ്മൾ ഓരോരുത്തരാണ് പരിവർത്തനം വരേണ്ടത്, ഓരോരുത്തരുടെ ഉള്ളിൽ നിന്നാണ് വരേണ്ടത്. സ്ത്രീകളൊക്കെ ഇനിയും ഒരുപാട് ഉയരാനുണ്ട്. അത് സ്ത്രീകൾ വിചാരിച്ചാലേ പറ്റുള്ളൂ. ഇപ്പോഴും പല സ്ത്രീകളും അല്ല നിതീഷ്, ഈ സ്ത്രീകൾ ഉയരുക ഞാൻ നിങ്ങൾ പറയുമ്പോൾ ഇടയിൽ കയറി സംസാരിച്ചില്ലല്ലോ, സംസാരിച്ച് ഓക്കെ കഴിഞ്ഞിട്ട് ഓക്കെ പറയാം. ഓക്കെ ഓക്കെ സ്ത്രീകളുടെ പലരും ഇപ്പോൾ ഈ സ്വതന്ത്ര ലൈംഗികത എതിർക്കുന്ന ഭയങ്കര സ്വതന്ത്ര ചിന്തകരാന്ന് പറഞ്ഞ് നടക്കുന്ന ആളുകളുണ്ട്. അതേപോലെ അങ്ങനെ ചെയ്യുന്ന ആളുകൾ വളരെ മോശമായിട്ട്, ഇപ്പൊ നിങ്ങൾ മനുപ്രസാദിനെ വളരെ മോശമായിട്ട് പറഞ്ഞിട്ടൊരു വോയിസാണ് നേരത്തെ ഞാൻ കേട്ടത്. മനുപ്രസാദ് മോശം പറഞ്ഞാൽ മനുപ്രസാദിനെ മോശമാണെന്ന് തന്നെ പറയും. അല്ലാതെ മനുപ്രസാദ് മോശം പറഞ്ഞത് അത് മനുപ്രസാദ് എന്റെ നേതാവാണ്, അതുകൊണ്ട് അത് ശരിയാണ്, അയാള് വളരെ മഹാനാണ്, അത്യുന്നതനാണ് എന്ന് പറയുന്ന മണ്ടനായിട്ടുള്ളൊരു അണിയല്ല ഞാൻ. മനസ്സിലായോ നിതീഷിന്? മനുപ്രസാദ് എന്താണ് മണ്ടനായിട്ടുള്ളൊരു അണിയല്ല ഞാൻ. മനുപ്രസാദ് പറഞ്ഞത് തെറ്റാണെന്ന് എന്റെ യുക്തിക്ക് എനിക്ക് തോന്നുന്നത് അതാണ്. നിതീഷിന് അതിനെ അനുകൂലിക്കാനുള്ള സ്വാതന്ത്ര്യം ഉള്ളതുപോലെ തന്നെയാണ് എനിക്ക് അതിനെ പ്രതികൂലിക്കാനും ഉള്ള സ്വാതന്ത്ര്യം ഉള്ളത്. അത് മനസ്സിലാക്കൂ ആദ്യം. നിതീഷ് അത് ശരി. അപ്പൊ ശരിയാണെന്ന് പറയുന്ന ഒരു കാര്യം നിതീഷിന് ബോധ്യപ്പെടുത്താൻ പറ്റുമോ? അതായത് നിതീഷിന്റെ അമ്മയ്ക്ക് കൺസെന്റ് ഉണ്ടെങ്കിൽ നിതീഷ് ആ തരത്തിൽ പെരുമാറുമോ? എനിക്കും വേണം, അമ്മയ്ക്ക് മാത്രം ഉണ്ടാവില്ല, എനിക്കും അങ്ങനെ ഒരു കൺസെന്റ് വേണം. അതാ പറഞ്ഞേ. അപ്പൊ രണ്ടുപേർക്കും ഉണ്ടെങ്കിൽ അത് ഓക്കെ ആണെന്നാണോ നിതീഷ് പറയുന്നേ? ഉണ്ടെങ്കിൽ ഓക്കെ ചെയ്യുന്നതിൽ ആർക്കാണ് ഇവിടെ കുഴപ്പം? ആണോ? അപ്പൊ ഈ നിതീഷിനെക്കാട്ടിലും ഭേദം ഇവിടെ ഇരിക്കുന്ന തലോടി ടീംസ് ആണ്. ഞാൻ അത് എഗ്രി ചെയ്യുന്നു. ഓക്കെ ഓക്കെ ഓക്കെ. നിങ്ങളെ പോലുള്ള ആളുകളാണ് ഫ്രീ തിങ്കേഴ്സ് എന്ന് പറഞ്ഞാൽ വൃത്തികെട്ടവരാണ് എന്ന് ആളുകളെ കൊണ്ട് പറയിപ്പിക്കുന്നത്. മനസ്സിലായി 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 മനസ്സിലായി. നിതീഷ് അടച്ചോളൂ, വായടച്ചോളൂ. അല്ല, നിതീഷ് ആരാണ് എന്നുള്ള നിതീഷിന്റെ വ്യക്തിത്വം വ്യക്തമായിട്ട് നിതീഷ് പറഞ്ഞ നിതീഷിന്റെ വ്യക്തിത്വം ഇവിടെ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും മനസ്സിലായി. നിതീഷിന്റെ വ്യക്തിത്വം, അത് നിതീഷിന്റെ വീട്ടിലെ കാര്യം, നിതീഷിന്റെ വ്യക്തിപരമായിട്ടുള്ള കാര്യം, അത് നിതീഷ് വളരെ വ്യക്തമായിട്ട് പറഞ്ഞു. ഞാൻ മറ്റുള്ളവരെ റെപ്രസെന്റ് ചെയ്തല്ല പറയുന്നത്, ഇത് എന്റെ മാത്രം കാര്യമാണ് എന്ന് പറഞ്ഞിട്ടാണ് പറഞ്ഞത്. പുള്ളിയുടെ പേഴ്സണൽ കാര്യം പറയാനുള്ള അവകാശം ഇവിടെയുണ്ട്. അതുപോലെ ഞാനും പറയുന്നത് എന്റെ പേഴ്സണൽ കാര്യമാണ്. ഞാൻ പറയുന്നത് എന്റെ കാര്യവും എന്റെ അഭിപ്രായവുമാണ്. അതായത് ഞാൻ ഇതിനെ വളരെ നിഷിദ്ധമായിട്ട് കണക്കാക്കുന്നു. അത് ശരിയല്ല. അതെന്താണ്, അത് എങ്ങനെ അറിഞ്ഞു ഞാൻ? അപ്പൊ അത് ഇന്നലെ വളരെ വ്യക്തമായിട്ടൊരു ഉദാഹരണം പറഞ്ഞു. നമ്മൾ 2 വയസ്സ് വരെ നമ്മുടെ തന്നെ കാഷ്ടം അത് ഇച്ചീച്ചിയാണെന്ന് നമുക്ക് 2 വയസ്സ് വരെ അറിയില്ല. എന്താണ്, നമുക്ക് ബ്രെയിൻ ഇല്ല, ബ്രെയിൻ പൂർണ്ണ വളർച്ച എത്തിയിട്ടില്ല. 2 വയസ്സിന് ശേഷം ബ്രെയിൻ ഡെവലപ്പ് ചെയ്ത് വരുമ്പോഴാണ് നമ്മൾ അറിയുന്നത് ഇത് വളരെ മോശമാണ്, നമ്മളത് തൊടാൻ പാടില്ല, നമ്മളത് കഴുകണമെന്നുള്ളത്. അതുപോലൊരു സാധനമാണ് ഇത്. മനസ്സിലായോ? ഇൻസെസ്റ്റും ഈ പറയുന്ന മനുഷ്യ കാഷ്ടവും തമ്മിൽ ഒരുപോലെ പറയാൻ പറ്റും. അത് എങ്ങനെ അറിഞ്ഞു എന്ന് ചോദിച്ചാൽ നമ്മുടെ ബ്രെയിൻ ഡെവലപ്പ് ചെയ്യുന്നതുകൊണ്ട്. മനസ്സിലായോ? അങ്ങനെ ഡെവലപ്പ് ആവാത്ത ആളുകളുണ്ട്. ഇതിനെ അനുകൂലിക്കുന്ന ആൾക്കാരും ബ്രെയിൻ വളർച്ച ഇല്ലാത്തവരാണെന്നേ പറയാൻ പറ്റൂ. എന്റെ അഭിപ്രായം വളരെ ക്ലിയർ ആണ്.
അല്ല, ഇതിനെ ഒരു മറുപടി നിതീഷ് പറയട്ടെ. മുംതാസ് പറഞ്ഞു തീർന്നത് വരെ നമ്മൾ ആരും മൈക്ക് എടുത്തിട്ടില്ല, സമ്പൂർണ്ണമായി ഇരുന്ന് കേട്ടു. കഴിഞ്ഞോ എന്ന് ചോദിച്ചിട്ടാണ് നിതീഷിക്ക് പോയത്. ഇനി നിതീഷ് മറുപടി പറഞ്ഞോളൂ. അമ്മയും മകളും കേട്ട് ചെയ്യുന്നതിനാണ് ഇൻസെസ്റ്റ് എന്ന് പറയുന്നത്. അത് പ്രായപൂർത്തിയായ ആളുകൾ തമ്മിൽ അവർക്ക് രണ്ടു പേർക്കും കൺസെന്റ് ഉണ്ടെങ്കിൽ അത് ചെയ്യുന്നതിൽ നമുക്ക് തെറ്റു പറയാൻ പറ്റില്ല. അതിൽ മനുപ്രസാദിന്റെ പറഞ്ഞ കാര്യത്തിൽ 100% ചോദിക്കുന്നു, ഇപ്പോഴും പറയുന്നു. അപ്പോൾ ഈ പറഞ്ഞ സമയത്ത് മുംതാസ് പറഞ്ഞ അത് അവൻ്റെ വീട്ടിലുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ എൻ്റെ വീട്ടിലുള്ള കാര്യങ്ങൾ. അപ്പോൾ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക, ഞാൻ അതിനെ അനുകൂലിക്കുന്നു എന്ന് ഞാൻ പറയുമ്പോൾ അത് നിയമവിധേയമായതുകൊണ്ടാണ്. പക്ഷേ എനിക്ക് അങ്ങനെ ഒരു തോട്ട്സ് എൻ്റെ മനസ്സിൽ വന്നിട്ടില്ല. ഇനി അഥവാ വന്നിട്ടുണ്ടെങ്കിൽ പോലും ഞങ്ങൾ രണ്ടുപേരും മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡ് ആണെങ്കിൽ അത് ചെയ്യുന്ന യാതൊരു തെറ്റുമില്ല. അതെനിക്ക് പൊതുസമൂഹത്തിനോട് പറയാൻ യാതൊരു മടിയുള്ള ആളല്ല. ഞാൻ നിയമത്തെ ബഹുമാനിക്കുന്ന ആളാണ്. ഇവിടെ എല്ലാവർക്കും എന്നെ മനസ്സിലായിട്ടുണ്ടാവും. എൻ്റെ ഗ്രൂപ്പിൽ ഞാൻ സത്യസന്ധമായിട്ട് എൻ്റെ അനുഭവങ്ങൾ പറയുന്ന ഒരു വ്യക്തിയാണ്. ഇവിടെ എന്താ പറയുക, ഇരട്ട സ്വഭാവം എനിക്കില്ല. ഞാൻ പറയുന്നത് ഞാൻ ഒരു ഫ്രീ തിങ്കറാണ്. ഓക്കെ, എല്ലാം ക്ലിയർ ആയല്ലോ. ഇനി അർഷ സംസാരിച്ചോ. അതല്ല, പിന്നെ എടുത്തോളൂ. അവർക്ക് ഇപ്പം ഇതിനെക്കുറിച്ച് പിന്നെ മുംതാസിനൊന്നും റെസ്പോണ്ട് ചെയ്യാനില്ല എന്ന് തോന്നുന്നു. അപ്പോ കൃത്യമായിട്ട് ഇവിടെ ഒരു പോയിന്റ് എനിക്ക് എന്നോട് ചോദിച്ച എന്താണ് തലോടി ടീമിനോടാണ്. അവരോട് ഞാൻ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ഇപ്പം ഈ മാതൃഭോഗം ചെയ്യുന്ന ആൾക്കാരെയൊക്കെ വിളിച്ചുകൊണ്ട് വന്നിട്ട് നിങ്ങൾ അവരോട് മറുപടി പറയൂ എന്ന് പറഞ്ഞാൽ എനിക്ക് യാതൊന്നും പറയാനില്ല. അവരോട് എനിക്ക് സംസാരിക്കേണ്ട കാര്യമില്ല. കാരണം ഓരോരുത്തരുടെ സംസ്കാരമാണത്. മനുപ്രസാദിനെ ഞാൻ മോശം പറഞ്ഞു എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അത് അങ്ങനെ തന്നെ ആയിക്കോട്ടെ. നിതീഷ് മാതൃഭോഗി എന്നുള്ള ആരോപണത്തിന് താങ്കൾ പ്രതികരിച്ചോളൂ. നിതീഷിനെ ഈ 120 ആൾക്കാരുടെ മുന്നിൽ വെച്ച് മാതൃഭോഗി എന്നാണ് ആ പുള്ളിക്കാരി വിളിച്ചത്. നിതീഷിനെ ഇത്രയും 120 ആൾക്കാരുടെ മുന്നിൽ വെച്ച് മറ്റൊരു ഫ്രീ തിങ്കറിനെ വിളിച്ചത് മാതൃഭോഗി എന്നാണ്. അതിന് പ്രതികരിക്കാനുള്ള സമയമാണ്. നിതീഷ് സംസാരിച്ചോളൂ. ഇപ്പൊ കേൾക്കുന്നുണ്ടോ? ലൗഡ് ആൻഡ് ക്ലിയർ. ഓക്കെ. എന്നെ മാതൃഭോഗി എന്ന് വിളിക്കുന്നുണ്ട്, അതേപോലെ മക്കളെ ചെയ്യുന്നവരെന്ന് വിളിക്കുന്നുണ്ട്, പലതും വിളിക്കുന്നുണ്ട്. എനിക്ക് എൻ്റെ നിലപാടുണ്ട്. ഞാൻ സെൽഫ് റെസ്പെക്റ്റ്, സെൽഫ് കോൺഫിഡൻറ്റ്, സെൽഫ് ലവ് ഇതിൽ ജീവിക്കുന്ന ഒരു വ്യക്തിയാണ്. മറ്റുള്ളവർ എന്നെ എങ്ങനെ വിളിക്കുന്നു, എങ്ങനെ കാണുന്നു, അതൊന്നും എന്നെ ബാധിക്കുന്ന ഒരു വിഷയമല്ല. ഞാൻ പറഞ്ഞത് 100% കറക്റ്റാണ്. മനുപ്രസാദ് പറഞ്ഞ കാര്യത്തിലാണ് 100% യോജിക്കുന്നു. അപ്പോൾ എൻ്റെ വീട്ടിലത്തെ കാര്യം എന്ന് പറഞ്ഞുകൊണ്ട് എനിക്ക് യാതൊരു കുഴപ്പമില്ല. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, നിങ്ങൾ മനസ്സിലാക്കണമെന്നില്ല, ഞാൻ പറയുന്ന കാര്യം, എനിക്കൊരു താല്പര്യം എൻ്റെ അമ്മയോടോ മക്കളോടോ വന്നിട്ടില്ല. ഇനിയിപ്പോൾ അഥവാ വന്നാൽ അവർ മക്കൾ ഇനി 18 വയസ്സ് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് മ്യൂച്വൽ കൺസെൻറ്റോട് കൂടി വന്നാൽ ഞങ്ങൾ സെക്സ് ചെയ്യുന്നൊരു തെറ്റായിട്ട് ഞാൻ കാണുന്നില്ല. ഞാൻ എവിടെയും തുറന്നു പറയാനും തയ്യാറാണ്. ഇതിനേക്കാൾ കൂടുതൽ മറുപടിക്ക് കൊടുക്കാനുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഓക്കെ, കഴിഞ്ഞല്ലോ. ഇനി ആദ്യം ഞാൻ പറയാം. ഇവിടെ മുംതാസ് എന്ന് പറഞ്ഞ സഹോദരി ഫ്രീ തിങ്കർ ആയിട്ട് അധികം വർഷമായിട്ടില്ല. 25 വർഷമായി നിതീഷ് എന്ന ആള് ഫ്രീ തിങ്കർ ആയിട്ട്. 10 വർഷം കഴിഞ്ഞപ്പോഴാണ് അദ്ദേഹത്തിന് ഇതിനെക്കുറിച്ചുള്ള ഒരു കൃത്യമായ ധാരണ വരുന്നത്. ഈ 25 വർഷം കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് ഇൻസെസ്റ്റ് തെറ്റല്ലാതായി, വൈഫ് സ്വാപ്പിംഗ് തെറ്റല്ലാതായി, സെക്സ് തന്നെ ഒരു വലിയ കാര്യമല്ലാതെയായി മാറി. പക്ഷേ ഇന്നലെ അല്ലെങ്കിൽ കഴിഞ്ഞ വർഷമോ അതിന് മുന്നത്തെ വർഷമോ അല്ലെങ്കിൽ 5 വർഷത്തിനുള്ളിലോ പ്രവേശിച്ച ഒരാൾക്ക് സംബന്ധിച്ചിടത്തോളം ഹോമോസെക്ഷുവാലിറ്റി തെറ്റാണെന്ന് മുംതാസ് പറഞ്ഞ ഓഡിയോ നമ്മുടെ അടുത്തുണ്ട്. അതുപോലെ തന്നെ ഇൻസെസ്റ്റ് സെക്സ് തെറ്റാണെന്ന് അത് മാതൃഭൂമിയാണെന്ന് വിളിച്ച ഇപ്പോൾ നമ്മൾ സംസാരിച്ച ഭാഗമുണ്ട്. അപ്പോൾ ഈ ഫ്രീ തിങ്കേഴ്സ് എങ്ങോട്ടേക്കാണ് ഈ ജനങ്ങളെ കൊണ്ടുപോകുന്നതെന്ന് കൃത്യമായിട്ട് ഇവിടെയുള്ള എല്ലാവരെയും ബോധിപ്പിക്കാൻ, അതുപോലെ 2 ഫ്രീ തിങ്കേഴ്സ് ഒരുമിച്ച് വന്നാൽ 2 വ്യത്യസ്ത ധാരകൾ, ഒരാൾക്ക് ഇൻസെസ്റ്റ് സെക്സ് തോന്നിയാസമാണ്, വൃത്തികേടാണ്, മാതൃഭോഗിതരമാണ്, മക്കൾ ഭോഗിതരമാണ്. എന്നാൽ ഒരാൾക്ക് അത് സമ്പൂർണമായി 18+ മുകളിലാണെങ്കിൽ, അത് കോടതി നിയമപരമായി ശരിയാണെങ്കിൽ അവർ തമ്മിൽ ബന്ധപ്പെടുന്നതിന് ഒരു പ്രശ്നവുമില്ല എന്ന് വളരെ കൃത്യമായി കൊണ്ടിവിടെ നിതീഷ് പറഞ്ഞു. അതിന് വൃത്തികേടാണ്, തോന്നിയാസമാണെന്ന് ഇവിടെ നമ്മുടെ മുംതാസ് സഹോദരിയും പറഞ്ഞിട്ടുണ്ട്. അപ്പോ യുക്തിവാദികൾ ഇവിടെ വളർത്തിയെടുക്കാൻ ഉദ്ദേശിക്കുന്ന 5 വർഷമോ 10 വർഷമോ കൊണ്ട് ഒരു വ്യക്തിയെ മാറ്റിയെടുക്കാൻ പോകുന്ന രീതി എന്താണ് എന്ന് അവർ കൃത്യമായിട്ട് മനസ്സിലാക്കുക. ആദ്യം ഇവർ ചെയ്യുന്നത് മതത്തിന്റെ വേലിക്കെട്ടുകളിൽ, ഇവർ പറഞ്ഞല്ലോ മുഹമ്മദ് നബി, ഖുർആൻ, ഹദീസ് എന്നൊക്കെ പറഞ്ഞല്ലോ, ആദ്യം ഈ മതിൽക്കെട്ടുകളിൽ നിന്ന് ആൾക്കാരെ മാറ്റുക.
ആദ്യത്തെ സ്റ്റെപ്പ് അതാണ്. അതിനെന്താ ചെയ്യുക? അതിന് ഈ മതത്തൂസങ്ങൾ തോന്നിയാസം വൃത്തികേട് പറയുക, അതില്ലാത്ത കാര്യങ്ങൾ വളച്ചൊടിച്ച് പറയുക, ഉള്ള കാര്യങ്ങളെ ദുർവ്യാഖ്യാനിക്കുക, എന്നിട്ട് അതിനൊരു അപകർഷതാബോധം ഉണ്ടാക്കിയെടുക്കുക. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ മതത്തിന്റെ വേലിക്കെട്ടുകൾ മാറും. പിന്നെ സ്വാഭാവികമായിട്ടും കുറേശ്ശെ ഇപ്പൊ 2 വർഷം കൊണ്ട് റൌഫിന്റെ കാര്യം രവീസ് പറഞ്ഞ പോലെ 2 വർഷം കൊണ്ട് ആ സഹോദരിയെ മാറ്റിയെടുത്തതുപോലെ 10 വർഷം കൊണ്ട് ഇതുപോലത്തെ കാര്യങ്ങളിൽ വലിയ കാര്യമില്ല എന്ന് മനസ്സിലാക്കിയ നിതീഷിനെ പോലെ 25 വർഷം കഴിഞ്ഞപ്പോൾ അത് ഇൻസെസ്റ്റും വൈഫ് സ്വാപ്പിങ്ങും പോലും തെറ്റല്ല എന്നുള്ള ധാരണയിൽ എത്തിച്ചേർന്ന നിതീഷ് നമ്മുടെ മുന്നിൽ ഉത്തമ ഉദാഹരണമാണ്. അതുപോലെ 2 വർഷമോ 3 വർഷമോ 5 വർഷമോ ആയിട്ടുള്ള മാത്രം ഫ്രീ തിങ്കർ ആയിട്ടുള്ള മുംതാസും നമ്മുടെ മുന്നിൽ ഉത്തമ ഉദാഹരണമായി ഇവിടെ നിലനിൽക്കുകയാണ്.